ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ രാഷ്ട്രീയ സദാചാരം ബലി കഴിക്കപ്പെടുകയാണ്. അതായത് തീവ്ര മതമൗലികവാദികൾ ഇത്തരത്തിൽ രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിക്കുകയും അവരുടെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ് അതാത് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കയറി കഴിയുമ്പോൾ, അത് LDF ആയാലും UDF ആയാലും, അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമോ പൊതു സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമോ ഒന്നും ആയിരിക്കണമെന്നില്ല. അവരുടെ ആശയങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ടാകും. ഇവിടെ PDPയെ ന്യായീകരിക്കാൻ ശ്രമിച്ച MV ഗോവിന്ദന്റെ വാക്കുകൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള CPM അല്ല ഇപ്പോൾ എന്നുള്ളത്. അദ്ദേഹം കൂടുതൽ ദുർബലനായിരിക്കുന്നു, അല്ലെങ്കിൽ CPM കൂടുതൽ ദൗർബല്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ PDPയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നതുമൊക്കെ. നാളെ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം വേണമെങ്കിൽ ഇതേ നയം തന്നെ അവിടെയും പിന്തുടരുമായിരിക്കാം. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഈ നിലപാട് ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ നയിക്കുന്നത്? പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന് നാളെ ഒരുപക്ഷെ ഇതൊരു വലിയ ഭീഷണിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയില്ലേ? തീർച്ചയായും രോഹിണി, മുഖ്യധാരാ കക്ഷികൾ CPM ഉൾപ്പെടെയുള്ള മുഖ്യധാരാ കക്ഷികൾ പുലർത്തുന്ന ഈ ഒരു സമീപനം അപകടകരമായ ഒരു ദിശയിലേക്കാണ് സംസ്ഥാന രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ നോക്കൂ, ഒരു സൈദ്ധാന്തിക അടിത്തറയുള്ള ഒരു പാർട്ടിയായിട്ടാണ് CPMനെ കാണുന്നത്. CPMനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. പക്ഷേ അവർക്കൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. പരമ്പരാഗതമായി ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ നിലപാടുകളിൽ വലിയ തോതിൽ വെള്ളം ചേർക്കുന്നു. മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് അടവ് നയം എന്നാണ്. മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്താനായി അടവ് നയം എന്ന രീതിയിൽ ചില മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അടക്കുന്നു ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ചും മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, കാസർഗോഡ് ജില്ല, അവിടെയൊക്കെയുള്ള മുസ്ലിം ബെൽറ്റുകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ആ രീതിയിൽ. അപ്പം MV രാഘവൻ മുൻകാലങ്ങളിൽ കൊണ്ടുവന്ന ബദൽ രേഖ, ആ രേഖ ചർച്ച ചെയ്യുകയും അത് MV രാഘവൻ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു മോഡറേറ്റ് അറ്റംപ്റ്റാണ്. മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള, മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വേരുകൾ ഉറപ്പിക്കാനുള്ള CPMൻ്റെ ശ്രമം. അതൊരു ജനാധിപത്യ ക്രമത്തിൽ ആവശ്യമാണ്. അത് നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ തിരിച്ച് നോക്കുമ്പോൾ അതൊക്കെ അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. CPMൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ പൊതുവെയും CPMൻ്റെ ഭാഗത്ത് കൃത്യമായ ഒരു രാജ്യവിരുദ്ധ നിലപാടുകളുള്ള ചില സംഘടനകളെ വെള്ളപൂശാൻ നടന്ന ശ്രമം. അവരുടെ വോട്ട് സ്വീകരിക്കുന്നു എന്നത് മാത്രമല്ല, അവരുടെ മുൻകാല ചെയ്തികളെ എൻഡോഴ്സ് ചെയ്യുകയും ഇപ്പോൾ അവർ പൂർണ്ണമായി കുറ്റവിമുക്തി നേടി ദേശീയ മുഖ്യധാരയിൽ അവരെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സത്യവിരുദ്ധമായ ഒരു കാര്യമാണ്. വോട്ടിന് വേണ്ടി അത് ചെയ്യുന്നത് ശരിയല്ല. ഇനി മൊത്തത്തിലുള്ള കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തുകയാണെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് രീതികളിലേക്ക് തിരിഞ്ഞിട്ടുള്ളൂ. അതാണ് കേരളത്തിൻ്റെ ഒരു ഐശ്വര്യം, കേരളത്തിൻ്റെ ഒരു ശക്തിയും ബലവും അതാണ്. വലിയ രീതിയിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ രാഷ്ട്രീയ കക്ഷികൾ തിരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങളെ കൂട്ടത്തിൽ ചേർക്കുകയും അവരുടെ ചെയ്തികളെ വെള്ളപൂശുകയും ചെയ്താൽ തീർച്ചയായും അതിൽ വലിയ സ്വീകാര്യത ജമാഅത്തെ ഇസ്ലാമിക്കും PDPക്കും മറ്റ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾക്കും വൻ സ്വീകാര്യത ലഭിക്കും. ഇവിടെ നോക്കൂ, UDFൻ്റെ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ജനങ്ങളുടെ, മുസ്ലിം ജനസാമാന്യത്തിന് പിന്തുണയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥിതി ചെയ്യുന്നത്. അത് UDF സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതൊരു അപകടകരമായ പാർട്ടിയേ അല്ല. തീർച്ചയായും ഏറെക്കാലമായി UDF സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ദേശീയതയിൽ വിശ്വസിക്കുന്ന കക്ഷിയാണ്. ഇവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിട്ട ആളുകളുടെ കൂട്ടത്തിൽ ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, UDF നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ കൃത്യമായ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നത് അഭിമാനകരമായ ഒരു കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ദേശീയതയെക്കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ ദേശീയതയെക്കുറിച്ചോ രാഷ്ട്ര സമർപ്പണത്തെക്കുറിച്ചോ എനിക്ക് ഒരിക്കലും ആക്ഷേപം പറയാനൊക്കില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയതയെക്കുറിച്ചും എനിക്ക് ആക്ഷേപമില്ല. പക്ഷേ ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ചേരുന്ന ഒരു സംവിധാനം, UDF എന്ന പ്രധാന സംവിധാനത്തിൽ ഒരു കക്ഷി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പം ശ്രീ ഡോക്ടർ ജി വി ഹരി സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ അവരുടെ പുറകെ നടന്ന് പിന്തുണ തേടിയില്ല എന്ന് പറഞ്ഞല്ലോ. പിന്തുണ തേടിയിട്ടില്ല, പക്ഷേ അത് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ കക്ഷിയായ കക്ഷിയുടെ ആവശ്യമാണ്, വെൽഫെയർ പാർട്ടിയുടെ ആവശ്യമാണ് അവരെ എക്സോണറേറ്റ് ചെയ്യപ്പെടുക.
ഒരു മുഖ്യധാര മുന്നണിയിൽ പ്രവേശനം ലഭിക്കുമ്പോൾ നേരിട്ടോ അല്ലാതെയോ അസോസിയേറ്റ് മെമ്പറായിട്ടോ അല്ലാതെയോ പ്രവേശനം ലഭിക്കുമ്പോൾ അവർ വിസിബിലിറ്റി ആർജിക്കുകയാണ്. UDF പ്രവർത്തകരോടൊപ്പം തന്നെ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരും കൂടി അണിചേരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുകയാണ്. അങ്ങനെ UDF സംവിധാനം എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിക്ക് സ്വീകാര്യത നേടിക്കൊടുക്കുന്നത്? എന്തിനു? അതേ ശ്വാസത്തിൽ ഞാൻ ചോദിക്കും, LDF സംവിധാനം എന്തിനു വേണ്ടിയാണ് അബ്ദുൾ നാസർ മദനിയുടെ PDPക്ക് വലിയ വിശ്വാസ്യത കേരളത്തിൽ നേടിക്കൊടുക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം കൺഫ്യൂസ്ഡ് ആകും. കാരണം മുസ്ലിം ലീഗ് എന്ന കക്ഷി നിരുപദ്രവകാരിയായ കക്ഷിയാണ്, ദേശീയവാദി കക്ഷിയാണ്. പക്ഷേ ഈ കക്ഷികളുടെ ഇൻറ്റൻഷൻസിനെ കുറിച്ച് സംശയമുള്ളത് കൊണ്ട് ഈ ആളുകളുമായി പരസ്യമായ ബാന്ധവം ഇല്ല എന്ന നിലപാട് എടുത്താൽ ഒരു ചെറിയ നഷ്ടം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അവരുടെ വോട്ടുകൾ ഒരുപക്ഷെ മരവിപ്പിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചിതറിപ്പോയേക്കാം. പക്ഷേ അതുകൊണ്ട് ആത്യന്തികമായി CPM-നും കോൺഗ്രസിനും ഉണ്ടാകുന്ന വിശ്വാസ്യതയേക്കാൾ വലിയ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം. ഇതുകൊണ്ടൊന്നും BJPക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് എനിക്ക് കരുതാനാവില്ല. ഇവിടെ പറഞ്ഞു BJPക്ക് ഒരു നമ്പർ സൂചിപ്പിക്കാമോ എന്ന് പറഞ്ഞു. 10,000 വോട്ട് ഡോക്ടർ GV ഹരി ചോദിച്ചു, ജെ പത്മകുമാർ സാറിനോട് ചോദിച്ചു, 10,000 വോട്ട് തികച്ചു കിട്ടുമോ എന്ന്. ഒരുപക്ഷെ കിട്ടില്ലായിരിക്കാം, കിട്ടില്ലായിരിക്കാം. 17,000 വോട്ടാണ് BJPക്ക് പരമാവധി ഈ മണ്ഡലത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞത്. അത് K. സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിലമ്പൂർ നിയമസഭാ സെഗ്മെന്റിൽ 17,000 വോട്ടുകൾ K. സുരേന്ദ്രൻ നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ BJPയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് 13,000 വോട്ടുകൾ നേടി. ഇതാണ് ഏറ്റവും അധികം വോട്ടുകൾ നേടിയത്. ഇത് രണ്ടും തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. അത് കേന്ദ്രത്തിലേക്കുള്ള വോട്ടാണ്, നാരറ്റീവ്സ് വ്യത്യാസമാണ്. സംസ്ഥാന തലത്തിൽ 9,800 വോട്ട്സാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത്. 10%-ൽ 5% വോട്ടുകൾ മാത്രമാണ്, 4.8% വോട്ടാണ്. അതിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മുന്നോട്ട് പോയാലും ഒരു 10,000 കടക്കാൻ ഒരു പക്ഷേ സാധിക്കില്ലായിരിക്കാം. പക്ഷേ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അത് ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിർത്തി എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടത്തിന് UDF-ഉം LDF-ഉം അവരവരുടെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് കൊണ്ട് അവർ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായി വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായി വന്നു. അല്ല എങ്കിൽ വോട്ട് കച്ചവടം, ഇതൊന്നും ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും വോട്ട് കച്ചവടം വന്ന പഴി BJPക്ക് കേൾക്കേണ്ടി വരുന്നു. അതെനിക്ക് കൗതുകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് BJP ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി UDF-നെതിരായും LDF-ന് അനുകൂലമായും വോട്ടുകൾ സ്വാംശീകരിക്കുന്നത് എങ്ങനെയെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ GV ഹരി സൂചിപ്പിച്ച ആ ഒരു പാരഡൈം അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അറിയില്ല. ഒരു സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ BJP വോട്ടുകൾ എങ്ങനെയാണ് LDF-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ M സ്വരാജിന് അനുകൂലമായി ലഭിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ രീതിയിലുള്ള ബാന്ധവത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അത് വേണമെങ്കിൽ ആരോപണമായി ഉന്നയിക്കാം എന്നതിൽ കവിഞ്ഞ് ഒരു ഒബ്ജക്റ്റീവായ ഒരു തെളിവും ഹാജരാക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് നോക്കിയിട്ട് കാണുന്നുമില്ല. പക്ഷേ 4ാമതൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടെന്ന് ഓർക്കണം. അൻവർ എന്ന സ്ഥാനാർത്ഥി വേണമെങ്കിൽ ഈ തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾക്ക് വോട്ടുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അങ്ങനെ മുഖ്യധാരയിൽ എത്തണമെങ്കിൽ PV അൻവറിൻ്റെ കക്ഷി സാമാന്യം വലിയൊരു കക്ഷിയാണ്. ഇപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇർഫാൻ പത്താൻ, അവിടെ പിന്നെ യൂസഫ് പത്താൻ വരുന്നു പ്രചരണത്തിന്, ബഹുവ മൊയ്ത്ര ബംഗാളിൽ നിന്ന് പ്രചരണത്തിന് വരുന്നു. അപ്പോൾ തീർച്ചയായും മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അൻവറിനെ ഏറ്റെടുത്ത മട്ടാണ്. അദ്ദേഹം സ്വതന്ത്രനായിരിക്കാം. പക്ഷേ ആ രീതിയിൽ വേണമെങ്കിൽ അൻവറിനോടൊപ്പം ചേരാമെങ്കിൽ പോലും അത് ചേരാതെ UDF-ലേക്കും LDF-ലേക്കും പരകായ പ്രവേശം നടത്തി സ്വീകാര്യത നേടിയെടുക്കാൻ ഈ കക്ഷികൾ ശ്രമിക്കുന്നതിൻ്റെ ഒരു അസ്വീകാര്യത അല്ലെങ്കിൽ അപകടം, അതിനെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. വിജയപരാജയങ്ങൾ തീർച്ചയായും UDF, LDF, ഞാൻ BJPക്ക് വിജയസാധ്യത ആ മണ്ഡലത്തിൽ കാണുന്നില്ല, പ്രായോഗികമായി കാണുന്നില്ല, വിജയസാധ്യത കാണുന്നില്ല. അൻവറിന് ഞാൻ വിജയസാധ്യത കാണുന്നില്ല. വോട്ട് കട്ടിംഗ് എന്നതിൽ ഉപരിയായി വിജയസാധ്യത കാണുന്നില്ല. പക്ഷേ വേഫർ തിൻ മാർജിനിൽ വിജയപരാജയങ്ങൾ മാറി മറിയുന്ന ഘട്ടത്തിൽ വർഗീയ കക്ഷികളുടെ ഒരു പിന്തുണ അവർ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും അല്ലാതെ ലഭിച്ചതാണെങ്കിലും അവരോട് തോളോട് തോൾ ചേർന്ന് അവരെ ന്യായീകരിച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സ്വീകാര്യത, അത് രണ്ട് മുന്നണികൾക്കും സ്വീകാര്യതയുടെ കുറവ് വരും. തീർച്ചയായിട്ടും വിജയം അവരെ പുലുകിയെന്നിരിക്കാം, ഒരു വിഭാഗത്തെ വിജയം പുലുകിയെന്നിരിക്കാം. പക്ഷേ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് വളരെ വൈകി മാത്രമേ അറിയൂ. അതുമാത്രമല്ല, കേരളത്തിൽ ഇന്ത്യ മുന്നണിയെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ വടക്കേ ഇന്ത്യ ഇത് ശ്രദ്ധിക്കുകയാണെന്ന് ഓർക്കണം.
ഇവിടെ ഈ റാഡിക്കൽ ഗ്രൂപ്പുകളുടെ പിന്തുണ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കാണ് ലഭിക്കുന്നതെന്ന് ഓർക്കണം. അത് ഏത് UDF ആണെങ്കിലും LDF ആണെങ്കിലും. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഒരു പോളറൈസേഷൻ ഇന്ത്യ മുന്നണിക്കെതിരെ സംഭവിക്കാനുള്ള ഒരു വഴിമരുന്നിട്ട് കൊടുക്കുകയല്ലേ ഇത്. അതുകൊണ്ട് തീർച്ചയായും UDFിൻ്റെയും LDFിൻ്റെയും നേതൃത്വം ഇക്കാര്യം ആഴത്തിൽ ആലോചിക്കേണ്ടതാണ്. അല്പലാഭം പെരുഞ്ചേതം എന്നൊരു മലയാള ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി എടുക്കുന്ന ഈ നിലപാടുകൾ ആത്യന്തികമായി നഷ്ടത്തിൽ കലാശിക്കുമോ, അത് രാജ്യവിരുദ്ധതയിലേക്ക് നീളുമോ, അത് തീർച്ചയായും പുനഃപരിശോധിക്കേണ്ട ആവശ്യമാണ്, ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.